ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വീക്ക് ഹീറോ ക്ലാസ് 2 എന്ന സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഫ്ലാഷ് ബാക്കിലോട്ടാണ് പോകുന്നത്. സിയൂണിനും ബാക്കുവിനും എല്ലാം തന്നെ ഹ്യൂമാനുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് ടീച്ചർ കമ്മ്യൂണിറ്റി സർവീസ് ചെയ്യാനായിട്ട് ഒരു പണിഷ്മെൻറ്റ് കൊടുത്തതും അവരത് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ഒരു സീനാണ് ഇപ്പോഴും കാണിക്കുന്നത്. അവിടെ ആ ഒരു വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുന്ന ടൈമിന് അതിൻ്റെ പുറത്തായിട്ട് ഗോത്താക്ക് ടേയിനെ കൊണ്ടുപോയിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ അകത്തിരുന്നിട്ട് നമ്മുടെ സിയൂണും ബാക്കുവും കാണുന്നുണ്ട്. ആ സമയം ബാക്ക് പറയുന്നുണ്ട് അവനാണെങ്കിൽ ഫൈറ്റ് പഠിപ്പിക്കുന്നത് തീരെ ശരിയാവുന്നില്ല എന്ന്. സിയൂണപ്പോൾ എങ്കിൽ പിന്നെ നീ പഠിപ്പിക്കാൻ പറയുമ്പോൾ ബാക്കു ഇല്ല, ഞാൻ ആരെയും ഫൈറ്റ് ചെയ്യാൻ പഠിപ്പിക്കാൻ പോകുന്നില്ല, കാരണം അതിന് ഞാൻ ചെയ്യത്തില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞതാണ്. മുമ്പ് ഞാനും ഗോത്താക്കൊക്കെ ഒരുമിച്ച് ഒത്തിരി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്തെല്ലാം തന്നെ ഗോത്താക്ക് നന്നായിട്ട് സ്പോർട്സിലും ആക്റ്റീവായിരുന്നു. അതേപോലെ തന്നെ ടേക്ക് വൂണ്ടും നന്നായിട്ട് ചെയ്യുമായിരുന്നു. എന്നാൽ എൻ്റെ അടുത്തുള്ള ശത്രുത കാരണം ഒരുത്തനാണെങ്കിൽ ഗോത്താക്കിനെ ഒത്തിരി ഉപദ്രവിച്ചു. അവൻ്റെ കാലങ്ങ് ഒടിച്ചു. അത് കാരണം ഗോത്താക്കിന് പിന്നീട് ടേക്ക് വൂണ്ട് പോയിട്ട് സ്പോർട്സ് പോലും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരത്തില്ല എന്നൊരു ഡോക്ടർ പറഞ്ഞു. അതൊക്കെ ഉണ്ടായപ്പോഴത്തേക്കും ഞാൻ കാരണമാണല്ലോ അവനിങ്ങനെ ഉണ്ടായത്, അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും ആർക്കും ഞാൻ ഫൈറ്റ് ചെയ്യാൻ പഠിപ്പിച്ച് കൊടുക്കത്തില്ല എന്നും ഒക്കെ ഞാൻ ഉറപ്പിച്ചതാണെന്ന് പറയുന്നുണ്ട്. ആ സമയം സിയൂൺ ഇതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. സിയൂണിൻ്റെ ഫ്ലാഷ് ബാക്കും അതേപോലെ തന്നെയാണ്, കാരണം സുഹോയുടെ കാര്യങ്ങളും എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ സിയൂണിന് അതുമായിട്ട് ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ സമയം ബാക്ക് പറയുന്നുണ്ട് ഒത്തിരി നാൾ അത് തന്നെ എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ കാരണമാണല്ലോ അത് സംഭവിച്ചത് എന്നുള്ള ചിന്ത എന്നെ വല്ലാണ്ട് അലട്ടിയിരുന്നു. അവസാനം അത് എന്നിങ്ങനെ പറഞ്ഞതും സിയൂണ് കുറ്റബോധമായി മാറി എന്നിങ്ങനെ പറയുന്നുണ്ട്. ബാക്കു അപ്പോൾ അത് തന്നെ എന്ന് പറഞ്ഞിട്ട് സിയൂണിനെ നോക്കുന്നുണ്ട്. ആ സമയം സിയൂണിൻ്റെ മുഖം മാറിയിരിക്കുന്ന കാണുമ്പോഴത്തേക്കും എന്തോ കാര്യമുണ്ടെന്ന് ബാക്കുവിനും തോന്നുന്നുണ്ട്. പിന്നീട് പ്രസന്റിലേക്ക് വരുമ്പോഴത്തേക്കും കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ സോങ്ജിയും സിയൂണും ഫൈറ്റ് ചെയ്തിട്ട് പിന്നീട് സിയൂൺ അവിടെ കിടക്കുന്ന സമയം അങ്ങോട്ടേക്ക് ബാക്ക് വന്നിട്ടുണ്ടായിരുന്നു. സിയൂണിനെ ഓക്കെ ആണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതും കാണിച്ചായിരുന്നു എപ്പിസോഡ് എൻഡായത്. ഈ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ സിയൂണിനെ നേരെ ബാക്കു അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ സമയം സിയൂണിന് ബോധം ഉണ്ടായിരുന്നില്ല. കുറേ കഴിയുമ്പോൾ സിയൂൺ എഴുന്നേൽക്കുന്നുണ്ട്. ആ സമയം ബാക്കു നീ എഴുന്നേറ്റോ, ഞാനാണെങ്കിൽ നിന്നെ എൻ്റെ തോളിലിരുത്തി എത്ര കഷ്ടപ്പെട്ട ഇങ്ങനെ കൊണ്ടുവന്നതെന്നറിയാവോ, പിന്നെ നീയാണെങ്കിൽ ആ ഒരു ഫൈറ്റൊക്കെ ചെയ്തിട്ട് ടേയിനെയും ഗോത്താക്കിനെയും ഹെൽപ്പ് ചെയ്തില്ലേ, താങ്ക് യു സോ മച്ച്, പിന്നെ അങ്ങനെ സംഭവിച്ചതിന് സോറി എന്നും പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് നിർത്തുമെന്നും പറയാണ്. സിയൂണപ്പോൾ നീ എന്താ ചെയ്യാൻ പോകുന്നത്, നീ അവന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ബാക്കു എന്ത് പറയണമെന്നറിയാതെ സിയൂണിനെ നോക്കുന്നുണ്ട്. സിയൂണപ്പോൾ വീണ്ടും പറയുന്നുണ്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ, ഒരുപക്ഷെ മുമ്പ് നടന്നതുപോലെ വീണ്ടും എന്തെങ്കിലും സംഭവിച്ചാലോ, ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിപ്പോയാലോ, ബേഗ്ജിൻ എന്തിനാ നിന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അവനെന്തിനാ നിൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ബാക്കു ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. അതായത് ബേഗ്ജിന് കുട്ടിയായിരുന്ന സമയത്ത് അവനാണെങ്കിൽ ഒത്തിരി പയ്യന്മാർ ഇങ്ങനെ റാഗിങ്ങും ബുള്ളിങ്ങും ഒക്കെ ചെയ്യുമായിരുന്നു. അതിൽ നിന്നൊക്കെ ബേഗ്ജിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ബാക്കു ആയിരുന്നു. അങ്ങനെ ആ ഒരു കാര്യം ആലോചിച്ചിട്ട് ബാക്കു സിയൂണിനോട് പറയുന്നുണ്ട് ഞാനും ബേഗ്ജിനും കുഞ്ഞിലെ ഫ്രണ്ട്സ് ആയിരുന്നു എന്ന്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കുറേ കൂടെ കഴിയുമ്പോഴത്തേക്കും ബാക്കു പുറത്തൊരിടത്ത് വന്നിരിക്കുവാണ്. ആ ടൈമിൽ അവൻ എന്തൊക്കെയോ ആലോചിച്ച് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉടനെ തന്നെ അവൻ ബേഗ്ജിനെ കോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട് ഞാൻ തോറ്റു, ഞാനാണെങ്കിൽ തോൽവി സമ്മതിച്ചിരിക്കുന്നു, നിനക്ക് അതല്ലേ കേൾക്കേണ്ടിയിരുന്നത്, നിനക്ക് എൻ്റെ സ്കൂൾ യൂണിയനിൽ ജോയിൻ ചെയ്യണമെന്നൊന്നും ആയിരുന്നില്ലല്ലോ ആഗ്രഹം, ഞാൻ നിൻ്റെ താഴെ എത്തണം അതായിരുന്നില്ലേ നിൻ്റെ ആഗ്രഹം, ഇപ്പോൾ നിനക്ക് സമാധാനമായോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ബേഗ്ജിൻ ഒന്ന് ചിരിച്ചിട്ട് ഓക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. ബാക്കു ഉടനെ തന്നെ കോളം കട്ട് ചെയ്യാണ്. അതേസമയം സോങ്ചേനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ ആ ഒരു ഫൈറ്റ് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിലായിരുന്നു. എന്നാൽ ബാക്കു ഒക്കെ എങ്ങനെയൊക്കെ എസ്കേപ്പായിട്ട് ആ ഒരു കേസിൽ നിന്ന് ഒഴിഞ്ഞതായിരുന്നു. അങ്ങനെ സോങ്ചെ ഇപ്പോൾ പോലീസുകാരോടൊക്കെ സംസാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആ സമയം തന്നെ അവിടെ ബേഗ്ജിൻ അവനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ആ സമയത്തായിരുന്നു ബാക്കു ബേഗ്ജിനെ കോൾ ചെയ്തത്. അങ്ങനെ സോങ്ജി വരുന്നത് കാണുന്നതും ബേഗ്ജിനാണെങ്കിൽ ഒരു ഗോഡൗൺ പോലത്തെ സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോകുന്നുണ്ട്. ആ സമയം ബേഗ്ജിനാണെങ്കിൽ ചോദിക്കുന്നുണ്ട് നമ്മളെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്, സാധാരണ പറഞ്ഞാൽ കേൾക്കാത്തവന്മാരെല്ലാം അടിച്ച് കൊല്ലാനായിട്ടൊക്കെ അല്ലേ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, പിന്നെ നമ്മളെന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നിട്ട് സംസാരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ബേഗ്ജിനാണെങ്കിൽ പോലീസുകാർ ചോദിച്ചപ്പോൾ നീ എന്ത് മറുപടിയാണ് കൊടുത്തത്, എന്ത് കാര്യമാണ് പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ ഞാനാണെങ്കിൽ നമ്മുടെ യൂണിയൻ്റെ കാര്യം ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല, ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ടൊരു ബുള്ളിങ് ആണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് സോങ്ജെ ബേഗ്ജിനോട് ചോദിക്കുന്നുണ്ട് അതറിയാൻ വേണ്ടിയിട്ടാണല്ലേ നീ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, നീയാണെങ്കിൽ ഞാനിപ്പോൾ എങ്ങനെയുണ്ട്, അത്ര അടി വേണ്ടിയിട്ട് പോലും എനിക്കെന്തെങ്കിലും പറ്റിയോ, ഞാൻ ഓക്കെ ആണെന്ന് പോലും നീ ചോദിച്ചില്ലല്ലോ, നീയാണെങ്കിൽ ഞാനെങ്ങാനും ഈ യൂണിയൻ്റെ കാര്യം പോലീസുകാരുടെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് സത്യമായതുകൊണ്ട് തന്നെ ബേഗ്ജിൻ മറുപടിയൊന്നും കൊടുക്കുന്നില്ല. സോങ്ജെ അപ്പോൾ ഞാൻ പോലീസുകാരുടെ അടുത്ത് യൂണിയൻ്റെ കാര്യവും പറഞ്ഞിട്ടില്ല, നമ്മുടെ രണ്ടുപേരും അക്കൗണ്ടിൻ്റെ കാര്യവും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഈ അക്കൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും, അതായത് ഈ യൂണിയനിൽ നിന്ന് കിട്ടുന്ന പൈസ ഒരു അക്കൗണ്ടിലേക്ക് ഇവർ ഇടാറുണ്ട്. ആ അക്കൗണ്ടിൻ്റെ പാസ്വേഡും കാര്യങ്ങളും അറിയാമെന്നുള്ള രണ്ട് പേര് അത് ബേഗ്ജിനും പിന്നെ സോങ്ജയുമാണ്. അപ്പോൾ അതും കൂടെ പറഞ്ഞിട്ട് സോങ്ജെ പറയുന്നുണ്ട് ഞാൻ ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഇതിലൊന്നും ഇടപെടുന്നില്ല, ഞാനാണെങ്കിൽ കംപ്ലീറ്റ്ലി ഈ യൂണിയനിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പോവാണ്, ഇനി ഞാൻ കുറച്ച് ദിവസത്തെ ഈ യൂണിയനിൽ ഉണ്ടാവത്തില്ല എന്ന്. അങ്ങനെ അതും പറഞ്ഞിട്ട് സോങ്ജെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ബേഗ്ജിനാണെങ്കിൽ സോങ്ജെ പോകുന്നതിൽ നിന്ന് അവനെ തടയുന്നില്ല.
അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം ക്ലാസ് കഴിഞ്ഞിട്ട് ബേജിനാണെങ്കിൽ നേരെ ക്ലബ്ബിലേക്ക് ചെല്ലുന്നതാണ്. അവനങ്ങോട്ട് ഈ ക്ലബ്ബിലേക്ക് കയറാൻ പോകുന്ന സമയം പുറത്ത് ഒരു കാറിൽ അവനെ വെയിറ്റ് ചെയ്തിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അയാളങ്ങനെ അവൻ അടുത്തേക്ക് വിളിക്കുന്നതും ചെല്ലുന്നുണ്ട് അവൻ അങ്ങോട്ടേക്ക്. ആ സമയം അയാൾ നീ എൻ്റെ കൂടെ വാ നമുക്ക് അങ്ങോട്ട് പോകണമെന്ന് പറയുന്നുണ്ട്. അവൻ അറിയാന്നുള്ള ഏതൊരാളാണ്. എന്നാൽ അവനാണെങ്കിൽ ഞാൻ വരുന്നില്ല എന്ന് പറയാണ്. എന്നാൽ അയാൾ വീണ്ടും നിർബന്ധിക്കുമ്പോൾ അവനാണെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ അവനെ ബലം പ്രയോഗിച്ച് കയറ്റാനായിട്ട് അയാൾ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. എന്നാൽ ബേജിനാണെങ്കിൽ അയാൾ നല്ലതുപോലെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അയാളടുത്ത് പറയുന്നുണ്ട് നിങ്ങളടുത്ത് ഞാൻ തന്നെ അങ്ങോട്ടേക്ക് വന്നോളാം, ഇപ്പോൾ ഞാൻ വരത്തില്ല എന്ന്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം സിയോണാണെങ്കിൽ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ അവൻ ചെല്ലുമ്പോൾ തന്നെ അവനെ വെയിറ്റ് ചെയ്ത് ബാക്കും ഗോത്താക്കും ടേയും ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ദിവസം അവർ 4 പേരും ശരിക്കും നല്ലൊരു ഫ്രണ്ട്സിനെ പോലെ തന്നെയായിരുന്നു. കാരണം ഇൻ്റർവെൽ ടൈമിനായാലും അല്ലാതെ ക്ലാസ് ടൈമിലായാലും ഒക്കെ ബാക്കും ഒക്കെ വന്നിട്ട് നമ്മുടെ സിയൂണിനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ബ്രേക്ക് ടൈം ആകുമ്പോൾ 4 പേരും കൂടിയായിട്ട് ബാസ്കറ്റ് ബോൾ കളിക്കാൻ പോകും. സിയൂണിന് ഒന്നും ശരിയാകത്തില്ലെങ്കിലും അവനും കളിക്കാൻ ശ്രമിക്കും. പക്ഷേ അവൻ ഇടുന്ന ഒരു ബോൾ പോലും കറക്റ്റായിട്ട് പോകത്തില്ല. അതുകൊണ്ട് തന്നെ ബാക്കുമൊക്കെ ഫുൾ അവിടെ നിന്ന് ചിരിയും കളിയും ഒക്കെയാണ്. അതിനുശേഷം അവർ 4 പേരും ഒരിടത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്. ആ സമയം ഗോത്താക്ക് പറയുന്നുണ്ട് സോങ് ചെയ്യുന്നതും നമ്മളെ വെറുതെ വിടാൻ ചാൻസ് ഇല്ല, മിക്കവാറും അവന്മാരെന്തെങ്കിലും പണി ഒപ്പിച്ച് തിരിച്ചു വരുമെന്ന്. എന്നാൽ കഴിഞ്ഞ ദിവസം ബേഗ്ജിനെ കോൾ ചെയ്തിട്ട് താൻ തോൽവി സമ്മതിച്ചു എന്നൊക്കെ ബാക്കു പറഞ്ഞതുകൊണ്ട് ഇനി അങ്ങനെയൊന്നും പ്രശ്നം ഉണ്ടാകത്തില്ല എന്ന് കരുതിയിട്ട് ബാക്കു ഇപ്പോൾ ഗോത്താക്കിനോട് പറയുന്നുണ്ട് പേടിക്കണ്ട ഇനി ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്ന്. ആ സമയം ഗോത്താക്കും സിയൂണും ഒക്കെ ഒന്ന് നോക്കുന്നുണ്ട് അവനെ. എന്നിട്ട് ഗോത്താക്ക് ചോദിക്കുന്നുണ്ട് സത്യം പറയാൻ നീ ആണെങ്കിൽ അവരുമായിട്ട് ഫൈറ്റ് ഉണ്ടാക്കിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഒപ്പിക്കുകയോ ചെയ്തു എന്ന് ചോദിക്കുന്നുണ്ട്. ബാക്കു അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൂളായിട്ടിരിക്കാൻ പറയുന്നുണ്ട്. ആ സമയം തന്നെ കറക്റ്റ് ബാക്കുവിനൊരു കോൾ വരുവാണ്. അത് പോലീസ് സ്റ്റേഷനിൽ നിന്നായിരുന്നു. അവൻ്റെ അച്ഛന് കിട്ടിയ ഒരു കേസ്, അതായത് ബേഗ്ജിൻ്റെ കൂടെയുള്ള യൂണിയനിലെ പയ്യന്മാർ കൊടുത്ത ആ ഒരു കേസ്. ആ കേസ് ഇപ്പോൾ കുറച്ചുകൂടെ മോശമായിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടായിരുന്നു പോലീസ് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അച്ഛനാണെങ്കിൽ ആ ഒരു പിള്ളേർ കേസ് ഒഴിവാക്കി വിടാൻ നിൽക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ടോ ആ ഒരു പയ്യന്മാർ അവർക്ക് കേസാണെങ്കിൽ പിൻവലിക്കാൻ താല്പര്യമില്ല. കാരണം അവൻ്റെ അച്ഛനാണെങ്കിൽ അവരുടെ ID കാർഡൊന്നും ചെക്ക് ചെയ്യാതെയാണ് അവർക്ക് കുടിക്കാൻ ബിയർ കൊടുത്തത്. അവർ മൈനറായിട്ടുള്ള പയ്യന്മാരാണെന്ന് അയാൾ അറിഞ്ഞുകൊണ്ട് തന്നെ തന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കേസ് ഇപ്പോൾ വളച്ചൊടിക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ അത് കേൾക്കുന്നതും ബാക്കി ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ നിൽക്കുന്നുണ്ട്. എന്നാൽ സിയൂണിനോടോ ആരോടും തന്നെ എന്താണ് റീസൺ എന്ന് പറയുന്നില്ല. ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. എന്നാൽ സിയൂണിന് എന്തോ പ്രശ്നമാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ബാക്കു അങ്ങോട്ടേക്ക് പോകുന്ന ടൈമിന് ഭയങ്കര ദേഷ്യത്തിലാണ് അവൻ പോകുന്നത്. പോലീസ് സ്റ്റേഷനിൽ എത്തി കഴിയുന്നതും സെല്ലിൽ കിടക്കുന്നവൻ്റെ അച്ഛനവൻ നോക്കുന്നുണ്ട്. എന്നിട്ട് ബേഗ്ജിനാണെന്ന് തോന്നുന്നു കോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ കോൾ എടുക്കുന്നില്ല. അതേസമയം ബേഗ്ജിൻ അവന് മെസ്സേജ് ഇട്ടിട്ട് നീ യൂണിയനിൽ ജോയിൻ ചെയ്യ്, എനിക്കതാണ് വേണ്ടതെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കാണുമ്പോൾ ബാക്കുവിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അതേ ടൈമിൽ തന്നെ ആ ഒരു കേസ് കൊടുത്തിട്ട് ഇപ്പോൾ ആ കേസൊക്കെ വളച്ചൊടിച്ച ആ പയ്യന്മാർ അവന്മാർ ഇവൻ്റെ മുന്നിൽ കൂടെ നടന്നു പോകുന്നുണ്ട്. ഇതും കൂടെ കാണുമ്പോൾ വല്ലാണ്ട് ദേഷ്യം വരുന്നതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുന്നതും ബാക്കു ആ പയ്യന്മാരെ എല്ലാത്തിനും എടുത്ത് നന്നായിട്ട് അടിക്കുന്നുണ്ട്. അതിനുശേഷം ബേഗ്ജിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് തിരിച്ച് ആ ഒരു ക്ലബ്ബിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിന് ഏതോ ഒരു പയ്യൻ വിളിച്ചിട്ട് ബാക്കു ഇതുപോലെ ആ കേസ് കൊടുത്താൽ നമ്മുടെ പയ്യന്മാരെയൊക്കെ അടിച്ചിട്ടു, ഞാൻ വേറെ കുറേ പയ്യന്മാരെ ബാക്കുവിനെ അടിക്കാനായിട്ട് പറഞ്ഞു വിടട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ വേണ്ട അതൊന്നും ചെയ്യണ്ട, ബാക്കു ഇപ്പം നല്ലൊരു കാര്യമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ബേഗ്ജിൻ ക്ലബിൻ്റെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ആ സമയം ചെല്ലുമ്പോഴത്തേക്കും അവൻ്റെ കൂടെയുള്ള ഒരു പയ്യൻ പറയുന്നുണ്ട് ചോയ് കാണാൻ വന്നിട്ടുണ്ടെന്ന്. ഈ ചോയ് എന്ന് പറയുന്നത് നമ്മുടെ ബേഗ്ജിൻ്റെ ലീഡറാണ്. അതായത് ഈ ഒരു മെയിൻ ബിസിനസ്സിൻ്റെ ഈ മൊത്തം ബിസിനസ്സിൻ്റെയും ലീഡർ അയാളാണ്. അയാളാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിരിക്കുന്നത് ബേഗ്ജിനെയാണ്. അങ്ങനെ അയാളെ കാണുന്നതും ബേഗ്ജിനാണെങ്കിൽ ഈ റൂമിൽ കയറിയിരുന്ന് എന്താ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അയാൾ ഇതെൻ്റെ ബിസിനസ്സല്ലേ, ഇങ്ങോട്ടേക്ക് വരാനായിട്ട് എനിക്ക് നിൻ്റെ പെർമിഷൻ്റെ ആവശ്യമില്ലല്ലോ, നീ ഇരിക്ക്, എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്, ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബേഗ്ജിനപ്പോൾ ഇല്ലയെന്ന് പറയുമ്പോൾ അയാൾ പിന്നെ പ്രശ്നമില്ലെങ്കിൽ എന്തിനാണ് എന്നെ പോലീസുകാർ വിളിച്ചത്, എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ മര്യാദയ്ക്ക് നേരെ ചെയ്ത് തീർത്തോണം, സോങ് ചെയ്യാനോ എന്തെങ്കിലും പണി വെച്ചത് മര്യാദയ്ക്കെല്ലാം ചെയ്തോണം, വെറുതെ എന്നെ ഇങ്ങോട്ടേക്ക് വരുത്തിക്കേണ്ട സിറ്റുവേഷൻ വരരുത്, പിന്നെ ഒരിക്കലും ഇനി പോലീസുകാർ എന്നെ വിളിക്കേണ്ട സിറ്റുവേഷനും ക്രിയേറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഈവനിങ് ആണെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് സിയൂൺ വീട്ടിലേക്ക് എത്തുന്നതാണ്. ആ സമയം അവൻ്റെ അമ്മ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അമ്മ നല്ല ദേഷ്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അമ്മ അവനെ കണ്ടോണ്ടേ തന്നെ നീ ഇരിക്ക്, എനിക്ക് ഇതിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഞാനാണെങ്കിൽ നിന്നെ ഈ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ട് എബ്രോഡ് പഠിക്കാൻ വിടാൻ പോവാണെന്ന് പറയാണ്. ആ സമയം സിയൂൺ എനിക്ക് താല്പര്യമില്ല, ഞാൻ ഇവിടെ തന്നെ പഠിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും അവൻ്റെ അമ്മ നീ എന്താ ഇങ്ങനെ, എൻ്റെ സിറ്റുവേഷനൊന്ന് മനസ്സിലാക്ക്, നിനക്ക് നല്ലൊരു ഫ്യൂച്ചർ വേണമെന്ന് എൻ്റെ ആഗ്രഹം, എന്നാൽ നീയാണെങ്കിൽ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നത് എന്നൊന്നും എനിക്കറിയത്തില്ല, നീയാണെങ്കിൽ വെറുതെ എന്നെ ഇടീനെ ബുദ്ധിമുട്ടിക്കരുത്, ഒരിക്കലും എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കാനുള്ള രീതിയിൽ അമ്മയാണെങ്കിൽ ഇമോഷണലായിട്ട് പറയുന്നുണ്ട്. ആ സമയം സിയൂണാണെങ്കിൽ മറുപടിയൊന്നും കൊടുക്കാതെ റൂമിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിന് അവൻ്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് എബ്രോഡ് പഠിക്കാനായിട്ട് അമ്മ വച്ചിരുന്ന 2-3 സ്കൂളുകളുടെ ഒരു ഫോട്ടോസും സംഭവങ്ങളും അതൊക്കെ അവ എടുത്ത് നോക്കുന്നുണ്ട്. പിറ്റേ ദിവസം സ്കൂളിലേക്ക് പോകുമ്പോഴും ഇതൊക്കെ തന്നെയാണ് അവൻ്റെ മനസ്സിൽ. താൻ കാരണം എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, ഇതെല്ലാം തൻ്റെ തെറ്റാണ് എന്നുള്ളൊരു ഫീലിൽ അവൻ ക്ലാസ്സിലേക്ക് പോവുകയാണ്. അവൻ്റെ അമ്മ ഓൾറെഡി ടീച്ചറിന് അവൻ ട്രാൻസ്ഫർ ആവാൻ പോകാനുള്ള കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് അവനോട് നന്നായിട്ട് പഠിക്കണം, ബാക്കി കാര്യങ്ങൾ ഫോമെല്ലാം എല്ലാം ശരിയാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ക്ലാസ് കഴിഞ്ഞിട്ട് അവൻ
വീട്ടിലേക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്ന ടൈമിന് 2-3 പയ്യന്മാർ ഇതുപോലെ ബാക്കു ഇപ്പോൾ ഭയങ്കര പ്രശ്നത്തിലാണ്. അവനാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ ഇട്ടിട്ട് 2-3 ചെക്കന്മാരെയൊക്കെ എടുത്തിട്ട് അടിച്ചു എന്നൊക്കെ അറിഞ്ഞു. ബാക്കു ഇപ്പോൾ യൂണിയനിൽ ജോയിൻ ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞു കേട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. സിയൂണും ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അങ്ങനെ അവൻ ആ ഒരു ടണലിൻ്റെ ആ ഒരു വഴി അതുവഴി ഇങ്ങനെ പോകുന്ന ടൈമിന് നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കുവിടെ സൈഡിൽ ഫൈറ്റിംഗ് പാടില്ല നമ്മുടെ സ്കൂളിൽ എന്നുള്ള രീതിയിൽ എഴുതി വെച്ചിരുന്നു എന്ന്. അതൊക്കെ ആരൊക്കെയോ സ്പ്രേ പെയിൻ്റൊക്കെ ഇട്ട് വെട്ടിക്കളഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. സിയൂണിനപ്പം മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങളൊന്നും കയ്യിൽ നിൽക്കുന്നില്ല എന്ന്. അടുത്ത് ബാക്കുവിനെ കാണിക്കുകയാണെങ്കിൽ അവൻ അന്നത്തെ ദിവസം സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ ബെഡിൽ തന്നെ കിടക്കുമായിരുന്നു. അവൻ്റെ അച്ഛൻ വന്നിട്ട് നീ പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് അവൻ കള്ളം പറയുന്നുണ്ട്. എന്നാൽ അവൻ്റെ അതിന് കാര്യം അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ അവൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് ഒന്നിലും നീ പോയി പഠിക്ക്, അതല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കുക, അല്ലാതെ നിന്നെ ഇങ്ങനെയായിട്ട് കഷ്ടപ്പെട്ട് വളർത്തേണ്ട ഒരു ആവശ്യം എനിക്കില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ബാക്കു ഇതൊക്കെ ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് പോലും അറിഞ്ഞുകൂടാതെയാണല്ലോ നിങ്ങൾ ഈ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ അവൻ ദേഷ്യപ്പെട്ടിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അവൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന ടൈമിന് അവന് ബേക്സിന് കോൾ ചെയ്യുന്നുണ്ട്. കോൾ ചെയ്തിട്ട് അവനോട് പറയുന്നുണ്ട് നീയാണെങ്കിൽ എനിക്ക് ഇപ്പം തന്നെ ഒരു മറുപടി തരണം, നീ യൂണിയനിൽ ജോയിൻ ചെയ്യുമോ ഇല്ലയോ എന്ന്. ഇനി നിനക്ക് കൂടുതൽ സമയം ഞാൻ തരത്തില്ല. നീ തന്നെ ആലോചിക്കുക നിൻ്റെ ഫ്രണ്ട്സിനെയും അച്ഛനെയും പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന്. കാരണം നീ ഇപ്പോൾ സമ്മതിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും സേഫ് ആയിരിക്കും. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിനക്ക് തന്നെ അറിയാമായിരിക്കുമല്ലോ. ഓക്കെ ആണെങ്കിൽ ഞാൻ പറയുന്ന എന്തും നീ ചെയ്യേണ്ടി വരും. തിരിച്ച് നിനക്ക് വേണ്ടതിങ്ങനെ ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബാക്കുവിന് എല്ലാവരും പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് തന്നെ അവൻ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ബേഗ്സിൻ അവൻ ആദ്യം തന്നെ അപ്പം തന്നെ ഒരു ജോലി ഏൽപ്പിക്കുന്നുണ്ട്. അതായത് യൂണിയനിൽ ജോയിൻ ചെയ്തിട്ട് സമയത്തിന് ക്യാഷൊന്നും അടയ്ക്കാത്ത ഒരു സ്കൂളിൽ കുറച്ച് പിള്ളേരൊക്കെ ചേർന്നിട്ടുള്ളൊരു ഗ്യാങ് അവരെ മീറ്റ് ചെയ്തിട്ട് പൈസ തരുന്ന കാര്യം പറയാനാണ്. അങ്ങനെ ബാക്കു നേരെ ആ ഒരു പയ്യന്മാരുള്ളൊരു ക്ലബ്ബിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ആ പയ്യന്മാരെ ഗ്യാങ്ങാണെന്ന് ഉറപ്പിച്ച് കഴിയുന്നതും നിങ്ങൾ യൂണിയനിൽ പൈസ കൊടുക്കണമെന്നുള്ള കാര്യം അവനാണെങ്കിൽ മര്യാദയ്ക്ക് പറയുന്നുണ്ട്. എന്നാൽ പയ്യന്മാർ ചിരിക്കാനായിട്ട് തുടങ്ങുകയാണ്. പ്രത്യേകിച്ച് ആ പയ്യന്മാരുടെ ലീഡറായിട്ടുള്ള പയ്യൻ. ഉടനെ തന്നെ ബാക്കു ദേഷ്യം വന്നിട്ട് ആ പയ്യനെ എടുത്തിട്ട് അടിക്കുന്നുണ്ട്. ആ സമയം ബേഗ്ജിൻ കോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു കോൾ ആ പയ്യന് കൊടുക്കുന്നതും ബേഗ്ജിനാണെങ്കിൽ ഫോണിൽ കൂടെ അവൻ്റെ അടുത്ത് പൈസയുടെ കാര്യം സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പേടിച്ചിട്ട് ആ പയ്യൻ എല്ലാം ശരിയാക്കാമെന്ന് പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്. ആ സമയം ബാക്കുവാണെങ്കിൽ ഫോൺ തിരിച്ച് വാങ്ങുന്നുണ്ട്. ബാക്കുവിന് ഈ ഒരു ജോലി ചെയ്യാൻ താല്പര്യമില്ല, എന്നാലും ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷനാണ്. അടിച്ചതുകൊണ്ട് തന്നെ ആ പയ്യനാണെങ്കിൽ അതിനുള്ള മരുന്ന് വാങ്ങാനായിട്ടുള്ള പൈസയും ബാക്കു കൊടുത്തിട്ട് മരുന്നൊക്കെ വാങ്ങാനായിട്ട് പറഞ്ഞിട്ടുമാണ് അവിടെ നിന്ന് പോകുന്നതും. അടുത്ത സിയൂണിനെ കാണിക്കുകയാണെങ്കിൽ അവനിപ്പോൾ നൈറ്റ് വീട്ടിൽ ഇരുന്നിട്ട് അവൻ എബ്രോഡ് ട്രാൻസ്ഫർ ആവുന്നതിൻ്റെ ആ ഒരു ഫോം അത് ഫില്ല് ചെയ്യാനായിട്ടിരിക്കുകയാണ്. അവൻ ഫില്ല് ചെയ്യുന്നില്ല. അത് ആലോചിച്ച് എന്തോ ചിന്തയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ആ സമയമാണ് ആരോ ഒന്ന് കോളിംഗ് ബെല്ലടിക്കുന്നത്. ചെന്ന് നോക്കുന്നതും ഗോത്താക്കും ചെയ്യുമായിരുന്നു. അവരാണെങ്കിൽ വാ നമുക്ക് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ സിയൂണാണെങ്കിൽ അവരുടെ കൂടെ പോകുന്നുണ്ട്. നേരെ ബാസ്കറ്റ്ബോൾ കോർട്ടിലേക്കാണ് പോകുന്നത്. കുറച്ചു നേരം കളിക്കുന്നുണ്ട്. അതിനുശേഷം സിയൂണും ഗോത്താക്കും ഇരുന്ന് സംസാരിക്കുകയാണ്. ആ സമയം ഗോത്താക്ക് ഇവൻ പോകുന്നവരെ അറിഞ്ഞതുകൊണ്ട് തന്നെ നീ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ആയി പോകാൻ പോവാണോ എന്ന് ചോദിക്കുന്നുണ്ട്. സിയൂണപ്പോൾ എനിക്കറിയത്തില്ല, ഞാനൊന്നും ഉറപ്പിച്ചിട്ടില്ല, ചിലപ്പോൾ പോകുമെന്ന് പറയുന്നുണ്ട്. ഗോത്താക്കപ്പോൾ ഞാൻ ഇതുവരെ പ്ലെയിനിൽ കയറിയിട്ടില്ല, അത് ശരിക്കും അടിപൊളിയായിരിക്കും അല്ലേ. നീ ഞാനും മീറ്റ് ചെയ്തിട്ട് ഒത്തിരി നാളൊന്നും ആയിട്ടില്ല, എന്നാലും കുറേ കാര്യങ്ങൾക്ക് നിൻ്റെ അടുത്ത് സോറി പറയാനുണ്ട്, കുറേ കാര്യങ്ങൾക്ക് നിൻ്റെ അടുത്ത് താങ്ക്സ് പറയാനുണ്ട്. പിന്നെ നീ പോകുന്നതിൽ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം സിയൂണാണെങ്കിൽ ബാക്കുവിന് എന്താ സംഭവിച്ചത്, കുറേ പിള്ളേർ എന്തൊക്കെയോ പറയുന്ന കേട്ടു എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഗോത്താക്ക് അതൊന്നുമില്ല, അതവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫൈറ്റിലൊക്കെ പോകാറുണ്ട്, നീയാണെങ്കിൽ അത് കാര്യമാക്കണ്ട, അവൻ തിരിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്നൊക്കെ പറയാണ്. അതും പറഞ്ഞിട്ട് ആ ഒരു വിഷയം വരാനായിട്ട് ഗോത്താക്ക് നമുക്ക് കളിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് പോകുന്നുണ്ട്. ആ സമയം സിയൂണാണെങ്കിൽ ബാക്കുവിനെ കോൾ ചെയ്യാമെന്ന് എത്തിയിട്ട് അവനെ വിളിക്കുന്നുണ്ട്. ഇതേ സമയം ബാക്കു ആ ഒരു ബേഗ്ജിൻ കൊടുത്ത വർക്ക് കഴിഞ്ഞിട്ട് ബേഗ്ജിനെ കാണാനായിട്ട് ക്ലബ്ബിലേക്ക് വരാനായിട്ട് ഇരിക്കുമായിരുന്നു. ആ സമയമാണ് ഇവൻ കോൾ ചെയ്യുന്നത്. സിയൂണിൻ്റെ കോൾ കാണുമ്പോഴത്തേക്കും ഇവൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ആ സമയം സിയൂണാണെങ്കിൽ ഇനി ഓക്കെ ആണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതേ കേൾക്കുമ്പോഴത്തേക്കും ബാക്കു ചെറുതായിട്ടൊന്ന് ഇമോഷണൽ ആവുന്നുണ്ട്. എന്നാൽ തൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ഇവർ തന്നെ ഹെൽപ്പ് ചെയ്യാൻ വരാതിരിക്കാനും ഇവരും കൂടെ ഇനി അപകടത്തിലാവാതിരിക്കാനും അവനാണെങ്കിൽ സിയൂണിൻ്റെ അടുത്ത് കുറച്ച് റൂഡായിട്ട് സംസാരിക്കുകയാണ്. അതായത് എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഇനി ഞാൻ കാണുന്ന നിനക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ല, അതുകൊണ്ട് നീ ഇതിൻ്റെ അകത്ത് ഇടപെടാൻ വരണ്ടാന്ന് അത്രയും പറഞ്ഞിട്ട് ബാക്കുവും കോൾ കെട്ടിയുന്നുണ്ട്. സിയൂണിനും പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങനെ ബാക്കു നേരെ ബേഗ്ജിനുള്ള ആ ഒരു ക്ലബ്ബിലേക്ക് ചെല്ലുമ്പോൾ ബേഗ്ജിൻ ഓൾറെഡി ഇവനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. ഇവനെ കാണുന്നതും ബേഗ്ജിൻ നീ നല്ലൊരു വർക്കാണ് ഇന്ന് ചെയ്തത്, നിനക്ക് യൂണിയനിലേക്ക് വെൽക്കം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ബാക്കു ആണെങ്കിൽ നല്ല ദേഷ്യത്തിലായിരുന്നു ആ സമയം നിൽക്കുന്നുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സിയൂണിന് എബ്രോഡ് പോകാനുള്ള ഒരു ദിവസമായിട്ടുണ്ട്. അവനും അവൻ്റെ അമ്മയും കൂടെ ആയിട്ട് എയർപോർട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. സിയൂണൊന്നും സംസാരിക്കുന്നില്ല, അവന് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അവൻ ഭയങ്കര വിഷമിച്ചാണ് ഇരിക്കുന്നത്. ആ സമയം ടേ അവനെ കോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യുന്നതും ടേ ഈ സമയം സ്കൂളിലായിരുന്നു. പക്ഷേ സിയൂണുടനെ പോവും എന്നറിയാന്നുള്ളതുകൊണ്ടാണ് അവനിപ്പോൾ സിയൂണിനെ കോൾ ചെയ്തേക്കുന്നത്. അങ്ങനെ കോൾ എടുത്തോടനെ തന്നെ സിയൂണാണെങ്കിൽ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ടേ നിനക്ക് സുഖമാണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അതേന്ന് പറയുന്നുണ്ട്. ആ സമയം ടേ ആണെങ്കിൽ അത് പിന്നെ ഞാൻ ഇപ്പോൾ വിളിച്ചത് നിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്കും ഗോത്താക്കിനും ബാക്കുവിനും എല്ലാം തന്നെ നിൻ്റെ ആ ഒരു കോമയിലിരിക്കുന്ന ഫ്രണ്ടിനെ പറ്റിയും എന്താണ് സംഭവിച്ചതെന്നും എല്ലാം തന്നെ നന്നായിട്ടറിയാം. എനിക്ക് പറയാനുള്ളത് അതൊരിക്കലും നിൻ്റെ തെറ്റല്ല, സംഭവിച്ച കാര്യങ്ങളിലൊന്നും
നീ കുറ്റപ്പെടേണ്ട ഒരു ആവശ്യമില്ല. അതിൽ നിൻ്റെ ഒരു തെറ്റും തന്നെ ഇല്ല. നീ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. നീ ഒരിക്കലും ആ ഒരു കാര്യം ആലോചിച്ച് കുറ്റബോധപ്പെട്ടിട്ട് വിഷമിക്കരുതെന്ന് പറയുന്നുണ്ട്. ഈ ഒരു വാക്കുകളായിരിക്കും ഒരുപക്ഷെ സിയൂണാണെങ്കിൽ അവൻ്റെ ലൈഫിൽ ഇത്രയും നാളായിട്ട് കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകൾ. കാരണം അത് കേൾക്കുന്നതും സിയൂൺ കരയുന്നുണ്ട്. ആ സമയം അവൻ്റെ അമ്മ വന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ സിയൂൺ കോൾ കട്ട് ചെയ്തിട്ട് അവൻ്റെ അമ്മേൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു സംഭവിച്ച കാര്യങ്ങളൊന്നും എൻ്റെ തെറ്റല്ലാന്ന്. ഞാനാണെങ്കിൽ എബ്രോഡ് പോകുന്നില്ല, എനിക്ക് ഇവിടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡൂടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് ബൈ.